പ്ലാച്ചിമട സമരം എന്നുള്ളത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ട സമരമാണ് പ്ലാച്ചിമട സമരം. അതിൻ്റെ ഒടുവിൽ എന്ത് സംഭവിച്ചു? ഇപ്പോൾ നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ 2011 അതിൻ്റെ കണക്കുകൾ അങ്ങോട്ട് നൽകുകയും അതിനുശേഷം കേന്ദ്ര സർക്കാർ അതിന്മേൽ മറുപടി നൽകുകയും ആ മറുപടി അത് നഷ്ടപരിഹാരം ഇല്ല എന്നുള്ള മറുപടിയായിരുന്നു. പിന്നെ രാഷ്ട്രപതിക്ക് അയച്ച ശേഷം നഷ്ടപരിഹാരം ലഭിക്കില്ല എന്ന മറുപടിയാണ് ഇപ്പോൾ 2015 ലഭിച്ചിരിക്കുന്നത്. വർഷം ഇത്രയായി അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സമരം എന്തായിരുന്നു? അവിടുത്തെ ജനങ്ങൾ എന്താണ് അനുഭവിച്ചത്? കുടിവെള്ളം മാത്രമല്ല, കൃഷി നശിച്ചു, ജീവിതം തന്നെ ബുദ്ധിമുട്ടിലായ പതിനായിരങ്ങളുടെ കാര്യമാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്ത്, അല്ലെങ്കിൽ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തൊരു വലിയ സമരമാണ്. അവിടേക്ക് ആരൊക്കെ വന്നു? സമരസമിതി വന്ദന ശിവയെ പോലുള്ളവരൊക്കെ അവിടെ വന്നുപോയി. മേധാ പട്കർ വന്നു. അപ്പോൾ നമ്മൾ കേരളം ഒരുപാട് കാലം ചർച്ച ചെയ്താണ്. അന്ന് സമരത്തിന്റെ ഭാഗമായിരുന്ന ഡിവൈഎഫ്ഐയുടെ ഭാഗമായിരുന്നു ഇന്നത്തെ എക്സൈസ് മന്ത്രി എം പി രാജേഷ്. അന്ന് പ്ലാച്ചിമട സമരവുമായി ബന്ധപ്പെട്ടൊരു നിലപാടെടുത്തിട്ടുള്ള ഒരാളാണ് എം പി രാജേഷ്. ആ എക്സൈസ് മന്ത്രിയാണ് ഇപ്പോൾ പ്രതിപക്ഷത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ഈ ബ്രൂവറി വരാൻ തീരുമാനം വന്നിരിക്കുന്നു. അന്നത്തെ പ്രതിഷേധം എം പി രാജേഷിന് അറിയാവുന്നതാണ്. ഇന്ന് അവിടേക്ക് പഞ്ചായത്തിൻ്റെ പോലും അനുമതിയില്ലാതെ ഇങ്ങനൊരു ഉത്തരവിറക്കുമ്പോൾ, ഇപ്പോൾ 4 വർഷം മുമ്പ് 2 വർഷം മുമ്പാണോ 2018 ബ്രൂവറി അനുമതി കൊടുത്തു. 4 ബ്രൂവറികൾക്ക് അനുമതി കൊടുത്തു. അത് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ നടന്ന തീരുമാനമാണ്.